നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ക്രീംസും സെറംസും നാച്ചുറൽ റെമഡീസ് ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലേ. എന്നാൽ ഈ വലിയ പൈസ കൊടുത്തിട്ട് നമ്മൾ പ്രോഡക്ട്സ് വാങ്ങിയിട്ട് നമ്മൾ ഫേസിൽ ഇടുന്ന സമയത്ത് എപ്പോഴെങ്കിലും അലർജി അല്ലെങ്കിൽ കുരു ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ നിങ്ങളുടെ ഫേസിൽ വന്നിട്ടുണ്ടോ? എന്തായിരിക്കും ഇതിന്റെ കാരണം? നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണ് പാച്ച് ടെസ്റ്റ്, എത്ര തരം പാച്ച് ടെസ്റ്റ് അവൈലബിൾ ആണ്, എവിടെയാണ് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്, നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് എങ്ങനെ പാച്ച് ടെസ്റ്റ് ചെയ്യാം, എങ്ങനെയാണ് പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത്, പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ചെറിയ അളവിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുകയാണെങ്കിൽ ലാഭമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ലയോ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലോ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താണ് പാച്ച് ടെസ്റ്റ് എന്ന് നോക്കാം. ആദ്യം തന്നെ പാച്ച് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ എൻ്റെ വീഡിയോസിലൂടെയും അല്ലാതെ പല ആളുകളുടെ വീഡിയോസിലൂടെയും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പാച്ച് ടെസ്റ്റ് ചെയ്യണം, അല്ലാതെ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യരുത് എന്ന് പറയുന്നത്. എന്താണ് ആക്ച്വലി ഈ പാച്ച് ടെസ്റ്റ് നിങ്ങൾക്ക് അറിയേണ്ടത്? എന്നാലും ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ പാച്ച് ടെസ്റ്റ് എന്ന് പറയുന്നത്, നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്, ആ പ്രൊഡക്റ്റ് നമ്മൾ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ചെറിയൊരു ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും അലർജി ഇഷ്യൂസ് വരുന്നുണ്ടോ എന്ന് സ്വയം മനസ്സിലാകുന്ന ഒരു രീതിയാണ് നമ്മുടെ പാച്ച് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ അലർജി എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വിട്ടുകൊടുക്കണോ, അല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു സ്റ്റെപ്പ് നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന ആ വലിയൊരു അലർജിനെ നമുക്ക് അങ്ങോട്ടേക്ക് തട്ടിക്കളയണോ? ഇതിൽ രണ്ടിൽ ഏതാ നല്ലത്? ചെറിയൊരു പരിപാടിയായിട്ടുള്ള ഈ പാച്ച് ടെസ്റ്റ് ചെയ്യുന്നതല്ലേ എപ്പോഴും നല്ലത്. ഇനി ശരിക്കും എത്ര തരം പാച്ച് ടെസ്റ്റ് ഉണ്ട് നമുക്ക് നോക്കിയാലോ. ആക്ച്വലി രണ്ട് തരം പാച്ച് ടെസ്റ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോം ബേസ്ഡ് ആയിട്ടുള്ള പാച്ച് ടെസ്റ്റ്, പിന്നെ ഒന്ന് നമുക്ക് ക്ലിനിക്കിൽ പോയിട്ട് ചെയ്യാൻ വേണ്ടി ക്ലിനിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള പാച്ച് ടെസ്റ്റ്. ഇത് രണ്ടെണ്ണമാണ് കേട്ടോ ഉള്ളത്. ഹോം ബേസ്ഡ് ആയിട്ടുള്ള നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന, നമ്മുടെ കയ്യിലുള്ള പുതിയ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് എമൗണ്ട് എടുക്കുക, എന്നിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക. ഒരു 24 hours ആക്ച്വലി വെക്കണം എന്നാണ് പറയുക. നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ അലർജിയോ ചുവപ്പോ തടിപ്പോ ചൊറിച്ചിലോ ബേണിങ്ങോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ, ഈവൻ സ്കിൻ ഡ്രൈ ആവുകയാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രോഡക്റ്റ് നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഇതാണ് ഹോം ബേസ്ഡ് ആയിട്ടുള്ള പാച്ച് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്ലിനിക്കൽ പാച്ച് ടെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള മെഡിസിൻ എടുക്കുന്ന ആളാണെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് ഈ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ഇല്ലേ, ഇങ്ങനത്തെ ഇഷ്യൂ ഉള്ള ആളുകളാണെങ്കിൽ, ഇല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങി യൂസ് ചെയ്യുകയാണെങ്കിലും അലർജി, കുരു വരിക, ഇങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വേറെ ഇങ്ങനത്തെ പ്രൊഡക്റ്റോ DIYs ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പോകണ്ട. വേഗം തന്നെ ഒരു ക്ലിനിക്കിൽ പോവാൻ, ഡോക്ടർ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോകണം കേട്ടോ. അവരെടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയാം. എനിക്കിങ്ങനെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, എന്തിട്ടുണ്ടെങ്കിൽ DIYs പോലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂ വരുന്നു എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കും കേട്ടോ. ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് 48 hours കഴിഞ്ഞിട്ടാണ് നമുക്കത് കിട്ടുക. ആ റിസൾട്ടിലൂടെ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്ത് കെമിക്കലാണ് നമ്മുടെ ശരീരത്തിൽ അലർജി വരുത്തുന്നത്, അല്ലെങ്കിൽ എന്ത് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് അലർജി ആവുന്നത് എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അതിൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്ന. പിന്നെ ഡോക്ടർ പറയുന്ന ആ രീതിക്ക് തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. ഡോക്ടർ തന്നെ നമുക്ക് നമ്മുടെ പ്രശ്നത്തിനുള്ള പരിഹാരം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ പറഞ്ഞു തരുന്നതാണ്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം ബേസ്ഡ് ക്ലിനിക്കൽ ബേസ്ഡ് പാച്ച് ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് എവിടേക്കാണ് പാച്ച് ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ള കാര്യമാണ്. ഇത് ഹോം ബേസ്ഡ് ആണ് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിനിക്കലി ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ ഇനി നമുക്കത് പറയണ്ട. നമുക്ക് ഹോം ബേസ്ഡ് ആയിട്ടുള്ള പാച്ച് ടെസ്റ്റ് നമുക്ക് എവിടെയൊക്കെ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. നമുക്ക് ചെവിയുടെ പുറകിൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഏരിയയാണ് ഇവിടെ. ഈ ഒരു ഏരിയയിൽ നമുക്ക് പാച്ച് ടെസ്റ്റ് ചെയ്യാം. കുറച്ച് എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ പ്രൊഡക്റ്റ് നമുക്ക് പറ്റുമോ പറ്റൂലേ എന്നുള്ളത് ഒരു 24 hours നമ്മൾ വെക്കണം എന്നാണ് പറയുക. നമുക്ക് എന്തായാലും അറിയാൻ വേണ്ടിയിട്ട് പറ്റും. വിടുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും എരിച്ചിലോ പുകച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. കുരു ഉണ്ടാവുക, തിണർപ്പ് ഉണ്ടാവുക, റെഡ്നെസ് ഉണ്ടാവുക, അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ നമുക്ക് കഴുത്തിൻ്റെ സൈഡിൽ ചെയ്യാമെന്നുള്ളതാണ്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പാച്ച് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ കാണിച്ചുതരാം. ഈ ഒരു ഭാഗത്ത്, കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്ത്, ചെവിൻ്റെ പുറകിൽ നമ്മൾ ചെയ്യുക. അതേപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതേപോലെ തന്നെ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ എവിടെയാണെന്ന് നോക്കിയാലോ. ഇനി നമ്മൾ പറയുന്നതില്ലേ, നമ്മളിപ്പോൾ ഹെയർ ഡൈ ഒക്കെ ചെയ്യാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം.
അതെവിടെയാണ് ചെയ്യാന്ന് നിങ്ങൾക്കറിയോ? അതാണ് നമ്മുടെ കൈമുട്ടിന്റെ ഉൾഭാഗത്ത് നമുക്ക് ചെറിയ എമൗണ്ടിൽ ആ ഒരു പ്രൊഡക്റ്റ് എടുത്തതിന് ശേഷം അപ്ലൈ ചെയ്ത് നോക്കുക. നമുക്ക് സ്കിന്നിൽ അത് അലർജി ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് കേട്ടോ. പെട്ടെന്ന് തന്നെ തലയിൽ നമ്മൾ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് പറ്റിയിട്ടില്ലെങ്കിൽ അലർജി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കൈമുട്ടിന്റെ ഉൾഭാഗത്ത് നമുക്ക് ചെറിയ എമൗണ്ട് എടുത്തിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത എന്താ നോക്കിയാലോ? ഇനി എങ്ങനെയാണ് പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ എവിടെയാണോ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു പ്ലേസ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ നിങ്ങൾ കഴുത്തിന്റെ ഈ ഭാഗത്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെ ചെവിയുടെ ഈ ഭാഗത്താണ്, ഇല്ലെങ്കിൽ കൈയിന്റെ കൈമുട്ടിന്റെ ഉൾഭാഗത്താണ്, നമ്മൾ ഈ പറഞ്ഞ ഏരിയയിൽ എവിടെയാണെങ്കിലും ആ ഒരു ഭാഗം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കണം കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണോ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ആ ചെറിയൊരു എമൗണ്ടിൽ എടുത്തിട്ട് അവിടെ അപ്ലൈ ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു 24 hours വെക്കണം. എന്നാലേ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ശരീരത്തിന് മനസ്സിലാകുള്ളൂ. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റിയാക്ട് ചെയ്തിട്ട് അലർജി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ചിലത് കുറച്ച് ടൈം പിടിക്കും. 24 hours ആണ് ആക്ച്വലി ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. 24 hours ഒന്നും ഞാനും വെക്കാറില്ല. എന്നാലും ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത എന്താ നോക്കിയാലോ? ഇനി നമ്മൾ പറയുന്നത് സ്കിൻ ടൈപ്പിനനുസരിച്ച് നമുക്ക് എങ്ങനെ പാച്ച് ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ സ്കിന്ന് ഒരു ഓയിലി അല്ലെങ്കിൽ ആക്നി പ്രോൺ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു നല്ലൊരു ഏരിയ എന്ന് പറയുന്നത് ജോ ലൈൻ്റെ ഈ ഒരു ഏരിയയിലായിരിക്കും കേട്ടോ. കുറച്ച് എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് ഇട്ട് നോക്കുന്നതായിരിക്കും നല്ലത്. പറയുകയാണെങ്കിൽ ഒരു 2-3 ദിവസം ഇത് നമുക്ക് ഈ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് നോക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടിരിക്കും. ഇത് ഞാൻ സ്കിൻ ടൈപ്പ് അനുസരിച്ച് പറയുകയാണ് കേട്ടോ. പിന്നെ വരുന്നത് സെൻസിറ്റീവ് സ്കിൻ ടൈപ്പുകാരാണ്. ഈ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പുകാരുടെ പേരിൽ തന്നെ ഉണ്ടല്ലോ എന്താ അവസ്ഥ എന്നുള്ളത്. അലർജി ഇഷ്യൂസൊക്കെ പെട്ടെന്ന് വരുന്ന ഒരു സ്കിൻ ടൈപ്പുകാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് പുതുതായിട്ട് വാങ്ങി ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ക്ലിനിക്കൽ പാച്ച് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിലൂടെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് എന്താണോ പറ്റാത്തത്, എന്തൊക്കെ കെമിക്കൽ ഇൻഗ്രീഡിയൻസ് പറ്റുന്നില്ല എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. എന്നിട്ട് മാത്രം എന്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യാം. ഇനി ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മുടെ സ്കിന്നിനെ ആ ഒരു പ്രൊഡക്റ്റ് ഡ്രൈ ആക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഡ്രൈ ആക്കുന്നതും ഒരു ഇഷ്യൂ തന്നെയാണ്. പാച്ച് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഡ്രൈ ആക്കുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. വീട്ടിൽ വെച്ചിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പല ആളുകളുടെ ഒരു ടെൻഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ 500ഉം 1000ഉം അതിൽ കൂടുതലും പൈസ കൊടുത്തിട്ടാണ് ഓരോ ക്രീംസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത്. പക്ഷേ പാച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കത് അലർജി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം ഞാൻ എന്താ ചെയ്യുക, എൻ്റെ പൈസ പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ആപ്പും കൂടി ഇവിടെ പരിചയപ്പെടുത്തി തരാം. വേറെ ഒന്നുമല്ല, സ്മിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പില്ലേ, നമ്മുടെ പ്ലേ സ്റ്റോറിലും അതേപോലെ ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ആൻഡ്രോയിഡിലും iOS-ലും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ആപ്പ് നമ്മൾ ലോഗിൻ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. കാരണം അതിൽ നമുക്ക് വലിയ വലിയ ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് തന്നെ സാമ്പിൾ പ്രൊഡക്റ്റ് മാതിരി ചെറിയൊരു 10 ml 15 ml എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ഇതായിട്ട് നമുക്ക് കിട്ടും. അതിന് ഒരുപാട് പ്രൈസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിൽ തന്നെ കുറേ കൂപ്പൺ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വില വളരെ വളരെ കുറവ് വിലയ്ക്ക് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഒരു 150 രൂപയ്ക്കും 200 അതിൽ താഴെയൊക്കെ ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് വലിയ വലിയ ഒറിജിനൽ സാധനത്തിൻ്റെ സാമ്പിൾ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്പിലൂടെ നമുക്ക് എന്താണോ ആവശ്യം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനുള്ള സാധനങ്ങൾ നമുക്ക് അങ്ങനെ വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് പൈസ പോകില്ല. 1000ഉം 500ഉം അതിൽ കൂടുതലും പൈസ പോകുന്നതാണോ അതോ ഒരു 100 രൂപ 200 രൂപയിൽ താഴെ ഒരു 100 രൂപയിൽ താഴെ നമ്മൾ വാങ്ങി ട്രൈ ചെയ്ത് നോക്കുന്നതാണോ നല്ലത് നിങ്ങൾ ആലോചിച്ച് നോക്കുക കേട്ടോ. ഞാൻ ഈ ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ പ്രൊഡക്റ്റ് സാമ്പിൾ പ്രൊഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ടുമുണ്ട് കേട്ടോ. നമുക്ക് സാമ്പിൾ പ്രൊഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ ആ സാധനം വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഞാൻ ഈ പ്രൊഡക്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി, എനിക്കിത് ഓക്കെ ആണ് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യാം. യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ നമ്മുടെ സ്കിന്നിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നും കൂടെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. മാറ്റം വരുന്നില്ലെങ്കിൽ എന്താ, ആ പ്രൊഡക്റ്റ് നമ്മൾ വലിയ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതല്ലോ. എങ്ങനെയുണ്ട്?
ഞാനിതിനെ സാമ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറയാണ്. ഇത് ആക്ച്വലി ട്രയൽ പാക്ക് എന്നാണ് പറയാ. എങ്ങനെ വേണമെങ്കിലും പറയാം. രണ്ടും തന്നെയാണ്. എന്നാലും നിങ്ങൾ ഇത് വാങ്ങി ട്രൈ ചെയ്തോക്കുക. ഇതിലൂടെ ഓർഡർ ചെയ്ത് സാധനം വാങ്ങിക്കാൻ നമുക്ക് പറ്റുന്നതാണ്. നമ്മുടെ സ്കിന്നിൽ നല്ല ചേഞ്ച് വരുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ വില കൊടുത്തിട്ട് സാധനം വാങ്ങി നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റയിലും അതേപോലെ തന്നെ FBയിലൊക്കെ നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്. അതും കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഉപകാരമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ടാറ്റാ.